Module 4 Agriculture and Economic Development. Role of agriculture in India's economic development. ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിൽ നമ്മുടെ കാർഷിക മേഖലയുടെ പങ്ക് എന്താണെന്ന് നോക്കാം. Agriculture has a crucial role to play in the country's economic development by providing food and raw materials, employment to a very large proportion of population, capital for its own development, and surpluses for national economic development. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കാർഷിക മേഖല വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യത്തുള്ള ആളുകളുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും റോ മെറ്റീരിയൽസ് നൽകിക്കൊണ്ടും വലിയ ഒരു വിഭാഗം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടും കാർഷിക മേഖലയുടെ തന്നെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം നൽകിക്കൊണ്ടും ഒക്കെ കാർഷിക മേഖല വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു. നമുക്ക് ഓരോ സെക്ടർ വൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷെയർ ഓഫ് അഗ്രികൾച്ചർ in the national income. Agriculture contributes a major share of the national income in India. In 2004, it was 23%. In UK, agriculture contributes only 2% of the national income. In USA, it is 3%. In Canada, it is 4%. In Australia, it is 5%, and so on. നമ്മുടെ ദേശീയ വരുമാനത്തിൽ കാർഷിക മേഖല 23% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2004 കണക്കാണ്. ഇപ്പൊ UK എടുക്കുകയാണെങ്കിൽ അവർ 2%, അമേരിക്കയിലാണ് 3%, കാനഡയിലാണ് 4%, ഓസ്ട്രേലിയ ആണെങ്കിൽ 5%. അപ്പൊ വികസിത രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ കാർഷിക മേഖല ദേശീയ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ വലിയ എമൗണ്ട് ആണ്. സെക്കൻഡ് വൺ, സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. അഗ്രികൾച്ചർ ഡോമിനേറ്റ്സ് ഇക്കോണമി to such an extent that a very high proportion of working population in India is engaged in agriculture. As per 2001 census, it was 59%. In UK and USA, only 2 to 3% of the working population is engaged in agriculture. In France, the proportion is about 7%. In Australia, this is about 6%. നമ്മുടെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശതമാനം ഇന്ത്യയിൽ 2001 കണക്ക് പ്രകാരം 51% ആളുകൾ കാർഷിക മേഖലയിലാണ് തൊഴിലേർപ്പെട്ടിരുന്നത്. എന്നാൽ വികസിത രാജ്യങ്ങളായ അമേരിക്കയും USA എടുക്കുകയാണെങ്കിൽ കേവലം 2% മുതൽ 3% വരെ ആളുകൾ മാത്രമേ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുള്ളൂ. ഈ ഫ്രാൻസിലാണെങ്കിൽ 7%, ഓസ്ട്രേലിയ ആണെങ്കിൽ 6%. ഇത് കാണിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ തൊഴിൽ മേഖലയിൽ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഉപജീവന മാർഗം പ്രൊവൈഡ് ചെയ്യുന്നതിൽ കാർഷിക മേഖല വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നു എന്നതാണ്. Third one, importance for industrial development. Indian agriculture has been the source of supply of raw materials to our leading industries. Cotton, jute and textile industries, sugar, vanaspati and plantation. All these depend on agriculture directly. Many of our small scale and cottage industries like handloom, weaving, oil crushing, rice husking, etc. depends upon agriculture for their raw material. നമ്മുടെ വ്യവസായിക വളർച്ചയിൽ കാർഷിക മേഖലയുടെ പങ്ക് എന്താണ്? പല വ്യവസായങ്ങൾക്കും ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ സ്ഥാനമാണ് വ്യവസായിക വളർച്ചയിലും കാർഷിക മേഖല പുലർത്തുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. Agricultural products, tea, sugar, oil seeds, tobacco, spices, etc. constitute the main items of exports of India. ഇന്ത്യയുടെ കയറ്റുമതിയിൽ വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അത് ടീ പോലെ, ഷുഗർ പോലെ, ഓയിൽ സീഡ്സ് പോലെ, ടുബാക്കോ, സ്പൈസസ് ഒക്കെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. മറ്റൊന്ന് സോഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. വിദേശ നാണ്യത്തിന്റെ ഒരു ഉറവിടമാണ് കാർഷിക മേഖല. They earn the valuable foreign exchange needed for the import of machinery and other equipment.
which are essential for the economic development of the country. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള യന്ത്രങ്ങളുടെയും മറ്റ് എക്യുപ്മെന്റ്സിന്റെയും ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നേടുന്നതിൽ നമ്മുടെ കാർഷിക മേഖല മുൻപന്തിയിലാണ്. അർത്ഥം എന്താണ്? കാർഷിക മേഖലയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഒരു വിദേശ നാണ്യം നമുക്ക് നേടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. What is the supplier of food and fodder? In India, agriculture meets almost the entire food requirements of the people. Agriculture also provided fodder to sustain livestock whose number runs into several crops. നമ്മുടെ രാജ്യത്തിന്റെ ആളുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് ഭക്ഷ്യ ആവശ്യങ്ങളും നിർവഹിക്കാൻ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല കോടിക്കണക്കിന് വരുന്ന കന്നുകാലികൾ ആവശ്യമായിട്ടുള്ള വൈക്കോലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കാർഷിക മേഖലയ്ക്ക് സാധിക്കുന്നു. Next one, source of government revenue. Finance of the governments, especially of the state governments, depends to a large extent upon the prosperity of agriculture. ഗവൺമെന്റ് വരുമാനം, പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു കാർഷിക മേഖല. അപ്പൊ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി, അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചും അവരുടെ വികസനത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ഉറവിടമായി കൂടി മാറുകയാണ്. മറ്റൊന്ന് റോൾ ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ആണ്. Agriculture is the main support for India's transport system, since railways and roadways secure bulk of their business from the movement of agricultural goods. A depression in agriculture means depression in the entire economy. A prosperous agriculture on the one hand brings prosperity all round, both to the government and to the people. നമ്മുടെ കാർഷിക മേഖല, പ്രത്യേകിച്ച് നമ്മുടെ ഗതാഗത സംവിധാനത്തിൽ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ കാർഷിക മേഖല. കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ റെയിൽവേക്കും റോഡ്വേക്കും ഒക്കെ അവരുടെ വരുമാനമായി മാറുന്നുണ്ട്. ഇപ്പൊ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു തളർച്ച എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന തളർച്ചയാണ്. അതുപോലെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പുരോഗതി, പ്രോസ്പെരിറ്റി സാമ്പത്തിക മേഖലയില്, ഇക്കോണമിയില് പൊതുവെ ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക മേഖല എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ട് പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ.